അങ്ങനെ ഞങ്ങൾ എന്താ റെഡിയായി. ഇന്ന് വെനീസ് അല്ലേ, ഞങ്ങൾ വെനീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളിതാ റെഡിയായി. രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷ് ആയി. ഇസമോള് റെഡിയായി. ഇസമോള് Baba, are you excited? Are you excited? എവിടെ പോകുന്നു ഷൂ? എവിടെ പോകുന്നു? നമ്മൾ വെനീസിൽ പോകുന്നു. വെനീസ്. അങ്ങനെ ഞങ്ങൾ മിലാൻ ടു വെനീസ് ബൈ ട്രെയിനാണ് പോകുന്നത്. ട്രെയിൻ എത്ര മണിക്ക്? 11:30 അല്ലേ? 11:30. ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി 2 hours ജേർണിയിൽ ഞങ്ങൾ. ഞാനിപ്പോഴാണ് കേട്ടോ നോട്ടീസ് ചെയ്തത്, ഞങ്ങളുടെ ആ റൂമിൽ നല്ല എക്കോ ഉണ്ടായിരുന്നു. ഇൻട്രോ എടുത്തത് പ്രോപ്പറായിട്ട് വോയിസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് ആ റൂമിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 hours ഞങ്ങൾ വെനീസ് എത്തും. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ സ്റ്റേയിൽ ഞങ്ങൾക്ക് ഹോട്ട് വാട്ടർ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല പൈപ്പിൽ, അല്ലേ? പൈപ്പിൽ ഹോട്ട് വാട്ടർ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹീറ്റ് തണുപ്പ് വലുതായിട്ടില്ലായിരുന്നു, എന്നാലും ഇച്ചിരി കൂടെ ചൂട് വേണമായിരുന്നു. പക്ഷെ അത് ഓട്ടോമാറ്റിക് അവർ പറയുന്നു 21% ഓൾറെഡി 21 ഡിഗ്രി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ആ 21ൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് അല്ലേ. പക്ഷെ ബാക്കിയൊക്കെ നന്നായിട്ടായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും അറിഞ്ഞില്ല. രാവിലെയാണ് ഞങ്ങൾ ഉണർന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ ഇസുവിനെ കുളിപ്പിച്ചത് തന്നെ കെറ്റിൽ വെള്ളം ചൂടാക്കി മിക്സൊക്കെ ചെയ്തിട്ടാണ് കുളിച്ചതും ഇസുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയതും ഒക്കെ. അങ്ങനെയാണ് കുറച്ച് ടൈം ഇതായത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവുമായിരുന്നു. ഞങ്ങൾ എത്തിയതാ റെയിൽവേ സ്റ്റേഷൻ. ഇതാ ജസ്റ്റ് 6 minutes walkable distance. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, മിലാൻ റെയിൽവേ സ്റ്റേഷൻ. അതിന് ഫ്രണ്ടിൽ ഒരു ആപ്പിളും ഉണ്ടോ, ഒരു ആപ്പിളിൻ്റെ ആപ്പിൾ മോണിമെന്റ്. സി മോളായതിനു ശേഷം ഞങ്ങൾ ഇപ്പോൾ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും രാവിലത്തെ ട്രെയിനോ ഫ്ലൈറ്റോ ആണെങ്കിൽ ഞങ്ങൾ അതിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് റൂം എടുക്കാറാണ് കേട്ടോ പതിവ്. വേണ്ടോ ഇവിടുത്തെ പോലീസിൻ്റെ യൂണിഫോം ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ പോലീസിയ. സോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആൻഡ് വി ആർ സൈനിങ് ഓഫ് ഫ്രം മിലാൻ. മിലാനാണ് ആക്ച്വലി ഇറ്റലിയുടെ ക്യാപിറ്റൽ സിറ്റി ആണ് മിലാന്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഒരു രക്ഷയല്ല കേട്ടോ. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി അറിയാമല്ലോ, നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോഴേ കേൾക്കുന്ന സംഭവമാണല്ലോ. ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. ഓൾ അറൗണ്ട് വേൾഡിലുള്ളവർക്ക് ഭയങ്കര അട്രാക്റ്റീവ് തന്നെയാണ് അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ സ്ട്രക്ചറും. പക്ഷെ അത്രത്തോളം അതിൻ്റെ എന്താണ് ഹിസ്റ്ററി ഭയങ്കരമാണല്ലോ ഇവിടെയാണ് കേട്ടോ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്സും ആർക്കിടെക്ചർ സ്ട്രക്ചേഴ്സും പിന്നെ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് കാണണമെങ്കിലൊക്കെ ടിക്കറ്റ് എടുക്കണം. മെയിൻ അട്രാക്ഷൻ ഫോർ ഇത് ആർക്കിടെക്ചറിൽ അങ്ങനെയാണ് ഇവിടെ ഇറ്റലിയിലെ മിലാനിലെ. ട്രെയിൻ സ്റ്റേഷനൊക്കെ എന്തൊരു വലിപ്പമെന്നറിയോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഇതുണ്ടോ? മീൻസ് ഭയങ്കര ഇവിടെ ഞാൻ മെയിൻലി സ്ട്രക്ചേഴ്സ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കണ്ടോ, ഭയങ്കര സ്പേസ് ഉണ്ട് എല്ലാ സ്ഥലത്തും. അത് ഈവൻ റോഡാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഒരു ഓൾഡ് ട്രഡീഷണൽ സ്ട്രക്ചറാണ് എല്ലാ ബിൽഡും. ലിയനാർഡോ ഒരു ബിൽഡിങ്സും ഇവിടെ ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിലും ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലെഗസിയാണ് ഇവിടുത്തെ ഹോൾ ബിൽഡിംഗ് ആർക്കിടെക്ചറിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നതാണെന്നാണ് ഹിസ്റ്ററി പറഞ്ഞേക്കുന്നത്. അതായത് പുള്ളിയുടെ വിഷനാണ് അവരുടെ ഈ ഡോംസും അതുപോലെയുള്ള ജിയോമെട്രിക്കൽ ബാക്കിയുള്ള മെഷേഴ്സിനും ബിൽഡിംഗ് ആർക്കിടെക്ചറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള തിയറി എന്നാണ് ഹിസ്റ്ററി ഇറ്റലിയെ പറയുന്നത്. അതിനകത്ത് മിലാനാണ് മെയിൻലി
hub. അത് from the very long years back എന്താണ് ഫാഷൻ ഈവൻ ട്രേഡ് എല്ലാത്തിൻ്റെയും ഒരു ഹബ് ഓഫ് ഇറ്റലി എന്ന് പറയുന്നത് മിലാനാണ്. സ്റ്റിൽ അത് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ ബിൽഡിങ് മതി. നമ്മൾ ഇന്നലെ കണ്ട ആ ഒരൊറ്റ ബിൽഡിങ്, അതായത് ഡുവമോ മിലാനോ, ഞാൻ പറഞ്ഞില്ലേ 638 ഇയേഴ്സ് എടുത്തിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ളത്. 39 ഇയേഴ്സ് മുന്നെയാണ് അതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഹോൾ 600 ഇയേഴ്സ് എടുത്ത് ദ ഹോൾ ആ കാണുന്ന കത്തീഡ്രൽ ബിൽഡ് ചെയ്യാനായിട്ട്. ആ ഒരൊറ്റ സംഭവം മതി ഇറ്റലി. ഇനി എനിക്ക് അതാണ് മെയിൻ. അത് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഇന്നലെ കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു എന്താണ് ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൂപ്പർ. പിന്നെ ഇവിടെ ഒരുപാട് മ്യൂസിയവും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആർക്കിടെക്ചറൽ പീസസ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ എം നോട്ട് എ മ്യൂസിയം പേഴ്സൺ അറ്റ് ഓൾ. പക്ഷേ എന്താണ്, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരു 1 ഡേ മതിയാവും മിലാൻ എക്സ്പ്ലോർ ചെയ്യാൻ. മാക്സിമം 1 ഡേ മതിയാവും. ഈവൻ നിങ്ങളത് കവർ ചെയ്യുന്നുണ്ടെങ്കിലും വൺ ഡേ ഈസ് ഇനഫ് ടു കവർ മിലാൻ. അങ്ങനെ ഞങ്ങളിതാ ട്രെയിൻ കയറാനായിട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു. ഇസുവിൻ്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഉറക്കത്തിൻ്റെ മിൽക്ക് കേക്ക് കുടിക്കുന്നു. ഭാഗ്യം ഇവിടെ ഇതുണ്ടല്ലോ, ലിഫ്റ്റ് ഉണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷനകത്തുള്ള ബിൽഡിങ്ങിൻ്റെ വരെ ആർക്കിടെക്ചർ നിങ്ങളൊന്ന് നോക്കിക്കേ. അതിന് എത്രത്തോളം വിട്ടും എന്താണ്, അത്രയും ഹ്യൂജാണ്, ഹ്യൂജ്. അതിൻ്റെ ലെങ്ത് ബിഗ് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഐ ക്യാൻ സേ ദാറ്റ്സ് ലൈക്ക് ഹ്യൂജ്. ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ. ഇപ്പുറത്ത് സ്റ്റോളർ സ്പേസ് ഇപ്പുറത്താണ്. സ്റ്റോളർ ഇവിടുത്തെ obviously Italy means famous in pizza and pasta, all the Italian dishes. See, സോ ഞങ്ങളിതാ ഇവിടെ നിന്നൊരു കോഫിയും കൊർണാട്ടോ അല്ലേ, നമ്മുടെ ക്രൊസന്റിന് അതിനകത്ത് അത് പറഞ്ഞ കൊർണാട്ടോ ആൻഡ് കോഫി. പിന്നെ മധുരം ഷുഗർ ഉണ്ട് അതിനകത്ത് ഫിൽഡ് ക്രീം ഫിൽഡ്. നമുക്ക് ഫിൽ എന്താണെന്ന് വെച്ചാൽ പറയാം. ക്രീം ഉണ്ട്, ചോക്ലേറ്റ്. അതിന് ഞങ്ങളിതാ ഇവിടെ ഒരു കോഫിയും ക്രൊസന്റും ഒക്കെ കഴിച്ച്, ക്രൊസന്റ് അല്ല എന്താ കൊർണാട്ടോയൊക്കെ കഴിച്ച് ഈസോ അപ്പോഴേക്കും ഉറക്കായി കേട്ടോ. ഈശു കാലത്ത് നീട്ടി കുഞ്ഞാവ് നല്ല ഉറക്കമായി. ഷുഗർ ഇട്ടുണ്ട്. നല്ല ഹാർഡ് കോഫി ആയിട്ടോ. എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പം ഷുഗർ ഇല്ലാതെ കുടിക്കുന്നത്. എന്നാൽ പോലും ഇത് ഭയങ്കര ഹാർഡ്. ഞാൻ കുറച്ച് ഷുഗർ എടുത്ത്. വേറെ എന്തോ വാങ്ങിയല്ലോ? വേറെന്താ വാങ്ങിയിട്ടോനെ? പിച്ചയോ? നമുക്കിനി ഒരു 2 hours ഉണ്ട് വെനീസിലേക്ക്. 2.5 ഉണ്ടോ? 2.5 hours ഉണ്ട് ട്രെയിനിൽ. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് വിശന്നാൽ കഴിക്കാമല്ലോ. 11:15 ആയി. ഇനി ഒരു 15 minutes ട്രെയിൻ എടുക്കും. അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറട്ടെ. ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറി. സി ദ ട്രെയിൻസ്. വെനീസിലേക്ക് ഞങ്ങൾ പോകുന്നത് 11:35 ട്രെയിനിൽ. ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ് കേട്ടോ. സ്പീഡ് സൂപ്പർ ഫാസ്റ്റ്. വേറെ ട്രെയിൻ ആണെങ്കിൽ 6 മണിക്കൂർ കൊണ്ടൊക്കെ എത്തുന്ന ട്രെയിൻ ഉണ്ട്. കുറച്ചുകൂടി റേറ്റ് കുറവാണ്. ഈ ട്രെയിൻ 2.5 hours നമ്മൾ വെനീസിലെത്തും. ബാക്കിയുള്ള ട്രെയിൻസ് ഒക്കെ നോർമൽ ട്രെയിനിൽ പോവുകയാണെങ്കിൽ 6.5 hours എടുക്കും അവിടെ എത്താനായിട്ട്.
ഞങ്ങളെ ട്രെയിനിൽ കയറിയല്ലോ. ഒരു രക്ഷയില്ല, സൂപ്പർ. ഫ്ലൈറ്റിന്റെ ഒരു വൈബ് തന്നെ. സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് ഒരു ഫ്ലൈറ്റിന്റെ ഒരു വൈബ് അല്ലേ. ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്, അത് കാണിച്ചു നമ്മുടെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഫ്ലൈറ്റിനെക്കാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ചെറിയ ഫ്ലൈറ്റ് വിസിനേക്കാളും ഒക്കെ ഉണ്ട്. പിന്നെ കാല് നമുക്ക് കറക്റ്റ് ഫുഡ് റെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്പേസ്. പിന്നെ അതുപോലെ നമുക്ക് ബിന്ന് ട്രാഷ് ഇടാൻ പറ്റിയതാ നമുക്ക്. അതും ഭയങ്കര നമുക്ക് ജസ്റ്റ് കാലം കൊണ്ട് തന്നെ തട്ടിയിട്ട് ഇങ്ങോട്ട് ഇടാം. രസമുണ്ട്. ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ലോങ് വ്യൂ. ആൻഡ് ഓൾസോ സെയിം നമുക്ക് ഫുഡ് ഇതാക്കാം. മെയിൻ തിങ് ദ വ്യൂ. മിലാൻ ടു വെനീസിലോട്ടുള്ള ഹോൾ വ്യൂ കണ്ടുപോകാൻ ഇസു എക്സൈറ്റഡ്. ഫസ്റ്റ് ടൈം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ഫസ്റ്റ് ടൈം മിലാൻ ടു വെനീസ് നമുക്ക് എന്താണ് ബൈ ട്രെയിൻ സൈഡ് വ്യൂ എല്ലാം കണ്ടുപോവാം. സൂപ്പർ ആയിരിക്കും. കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് കാണിച്ചു കൊടുത്തേ. ട്രെയിനിന്റെ ഫ്രണ്ട്. ഫ്ലൈറ്റിന്റെ വൈബില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ട്രെയിനല്ലേ കറക്റ്റ് ഒരു ഫ്ലൈറ്റ് വൈബ് ഉണ്ട്. അന്ന് ഓൾസോ നിങ്ങൾ ഇങ്ങോട്ട് എന്നെ കാണിച്ചേ. ഓൾസോ എയർ ഹോസ്റ്റസ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ എയർ ഹോസ്റ്റസ് ഒക്കെ ഇറ്റാലോ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിന്റെ എംബ്ലോയിലെ റെഡൊക്കെ കറക്റ്റ് ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് നിൽക്കുന്നില്ല, അതുപോലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നിൽപ്പുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അവർ വരുമായിരിക്കും ഇടയ്ക്ക്. ഇതിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റിൽ സെയിം, അതായത് ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് പോലെ ഇതിനകത്ത് ലോഞ്ചൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുക്കാം, നമുക്ക് സ്ലീപ്പർ എടുക്കാം അല്ലേ, ബിസിനസ് ക്ലാസ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എക്കണോമി എടുത്തേക്കുന്നത്. ഇതുവരെ ഉറങ്ങിയതാ. ഇതിനകത്ത് കയറി ഹായ് കണ്ടോ ഞാൻ പറഞ്ഞത്. ട്രിപ്പി ഗേൾ ആണ് ട്രിപ്പി ഗേൾ, എക്സൈറ്റഡ് ട്രിപ്പി ഗേൾ. എവിടെയെങ്കിലും പോണ രാവിലെ എണീറ്റോളും, റെഡി ആയിക്കോളും അല്ലേ ഇസു. ട്രിപ്പും ഫുഡുമാണ് ഇസുവിന്റെ മെയിൻ. ഡാൻസും. ആരാ? ബൈ ബൈ മിലാൻ. ബൈ ബൈ മിലാൻ. വി ആർ ഗോയിങ് ടു വെനീസ്. ബൈ ബൈ മിലാൻ. ബൈ മിലാൻ. It was such a great stay. Alisu. Bye bye Milan. നല്ല നൈസ്. അത് ജസ്റ്റ് എടുക്കോ. ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 4 days ആയി. അൽഹംദുലില്ലാ ബൈ ലക്കിലി ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ വെതറൊക്കെ കുറച്ച് മോശമായിരുന്നു. പക്ഷേ ഇതുവരെ ഈ 4 days വെതർ അടിപൊളി. ഭയങ്കര തണുപ്പുമില്ല, ഭയങ്കര ചൂടുമില്ല. ഈ 4 ദിവസം സണ്ണി ആയിരുന്നു. ഞങ്ങൾ വന്ന 4 ഗ്രീസിലെ ഒരു ഡേ നമ്മൾ ഇവിടെ പോയില്ലേ, മൗണ്ടൈൻ്റെ മേളിൽ പോയില്ലേ. മൗണ്ടൈൻ്റെ മേളിലല്ലോ, അതിന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അന്ന് മഴ പെയ്യേണ്ടിയായിരുന്നു. അക്രോപോളിസ് പോയ ഡേ നല്ല വിൻഡി ആയിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്യേണ്ടതായിരുന്നു ആക്ച്വലി, പക്ഷെ വിൻഡായിരുന്നു. അന്ന് മാത്രം ചെറിയ ഒരു ഇസുവിനെയും കൊണ്ട് പോയതുകൊണ്ട് ചെറിയൊരു ഇത്. ഞങ്ങൾ ജാക്കറ്റ് അന്ന് ഞാൻ ജാക്കറ്റ് സൺഗ്ലാസ് എടുത്തില്ല, അങ്ങനെയുള്ള കുറച്ച് കണ്ണിൽ അത് എനിവേ. പക്ഷെ ടോട്ടൽ ഓവറോൾ നോക്കുവാണെങ്കിൽ അൽഹംദുലില്ലാ ഭയങ്കര എന്താണ് വെതർ ഭയങ്കര ബ്ലസ് ചെയ്തു എന്ന് തന്നെ പറയാൻ കേട്ടോ. ബൈ ലക്കിലി ഇസുമായിട്ട് ട്രാവൽ ചെയ്യാനും ഒക്കെ. ഞാനൊന്ന് പറയാം ഇസു. പിന്നെ ഒരു കാര്യം, ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായോട്ടോ. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുള്ളവരിങ്ങനെ ചെറിയ ഇപ്പം ഇസുവിന് 1.5 ആണ് ആയത് കേട്ടോ. നമ്മൾ ഒബ്വിയസ്ലി പാരൻസ് നമ്മളെല്ലാം ടേക്ക് കെയർ ചെയ്യും, ശ്രദ്ധിക്കും, വീട്ടിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴേക്കും. പക്ഷെ ഒട്ടും നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു സംഭവം ഉണ്ടായി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ അല്ലേ, ഇവിടെ ആയിരുന്നു നമ്മൾ ബൈ കാർ എടുത്തത്. നമ്മൾ എതീൻസിൽ പോയിട്ട്, എതീൻസ് ഐലൻഡിൽ എജീനയിൽ പോയിട്ട്, ഏതൻസിൽ എജീൻ ഐലൻഡിൽ പോയിട്ട് കാർ എടുത്തിട്ട് നമ്മൾ റെൻറ്റിനെടുത്ത് നമ്മൾ ബാക്കിയുള്ള ഐലൻഡ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാർ സീറ്റ് നിസുവിനെ ഫ്രണ്ടിൽ എടുത്തിരുത്തി. കാർ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിൽ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് ഇസു ഫോൺ കയ്യിൽ വാങ്ങി. അപ്പം ഇസു ഫോൺ എപ്പോഴും എടുക്കുന്നതാണ്. ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളും കാര്യം പറഞ്ഞിരുന്നു. ഇസു ഫോണ് കയ്യിലെടുത്ത് ഇങ്ങനെ എന്താണ് വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ ഷാനുവിനോട് പെട്ടെന്ന് പറഞ്ഞു, ഷാനു വണ്ടി നിർത്ത് ഡ്രൈവ് ചെയ്തല്ലേ, നമ്മളൊരു ഐലൻഡ് മൗണ്ടൈൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഷാനു പെട്ടെന്ന് സൈഡിൽ വണ്ടി നിർത്ത് എന്ന് പറഞ്ഞു. വണ്ടി നിർത്തി. ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രീൻ ഗാർഡ്, ഫോണിൻ്റെ എൻ്റെ കവറിൻ്റെ മേലെ ഒട്ടിച്ചിരുന്ന സ്ക്രീൻ ഗാർഡ്. പുള്ളിക്ക് 4 പല്ലേ ഉള്ളു പുള്ളിക്കാരിക്ക്.
ഒന്നും പറയണ്ട, പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മൈക്കൊക്കെ എടുത്ത് കളഞ്ഞു. നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിൽ അവരുടെ അതിനൊക്കെ കിട്ടി, പിന്നെ അവർ കൊണ്ട് തന്നു. എനിവേ ഓക്കെ, അത് ഇടയ്ക്ക് ബ്രേക്കായി പോയത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്ക്രീൻ ഗാർഡിൻ്റെ സൈഡ് അവൾ കടിച്ചിട്ട് മിററിൻ്റെ നമ്മുടെ സ്ക്രീനിൻ്റെ മണ്ടയിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ ഒരു എഡ്ജ് കോർണർ ഇസു കടിച്ച് 4 പല്ലേ അവൾക്കുള്ളൂ. കടിച്ച് ഇരുന്നിട്ട് അത് പൊട്ടിച്ചു പാർട്ടിക്കിൾസ് ആയിട്ട് പിന്നെ എനിക്ക് ഷോക്കായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. വെള്ളം അവൾക്ക് തുപ്പാനൊന്നും അറിയില്ല. തുപ്പ് എന്ന് പറഞ്ഞാൽ തുപ്പെന്ന് പ്രായമായില്ല. വെള്ളം കൊടുക്കണം. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ഉള്ളിൽ പോയോ, വാ മുറിഞ്ഞോ, പിന്നെ എങ്ങനെയൊക്കെയോ വായൊക്കെ നോക്കിയിട്ട് വാ മുറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു, ഫ്രൂട്ട്സൊക്കെ കൊടുത്തു. എനിവേ ഇപ്പോൾ രണ്ട് ദിവസമായി. അൽഹംദുലില്ലാഹ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു മനസ്സിലുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓറഞ്ചിൻ്റെ നാര് വരെ അവൾ പോളിഷ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അവൾക്ക് അല്ലാത്ത സാധനങ്ങൾ അവൾ ചെറുതിലേക്ക് അല്ലാത്തതൊക്കെ പറഞ്ഞ് കഴിക്കുമായിരുന്നു. നമ്മൾ ഓറഞ്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ നാരിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു ഇത് ഇഷ്ടമല്ലാത്ത കുരു എന്തെങ്കിലും നാക്കിലുണ്ടെങ്കിൽ അത് തിരിഞ്ഞ് കഴിക്കും. അപ്പം അതിൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുന്നത്, ഇത് കടിച്ചിട്ട് അവൾ തുപ്പിക്കളഞ്ഞ് കാണുന്നുള്ള ഒരു ഒരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കള്ളിപ്പെണ്ണ് ദാ വെള്ളം കുടിക്കുന്നു. ഇങ്ങനെയുള്ള ബിഗ് തിങ്സ് ഒക്കെ ചെയ്യാനാണ്, ഇതൊക്കെ അവൾക്ക് ഭയങ്കര ബിഗ് തിങ്സ് ആണ്. ഇതൊക്കെ അഡ്വഞ്ചറായിട്ട് ഇങ്ങനെയുള്ള ബിഗ് തിങ്സ് ചെയ്യാൻ അവൾക്ക് ഇഷ്ടം. ഞങ്ങൾ കഴിക്കുന്ന പോലെ കഴിക്കണം, നമ്മൾ കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കണം. പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടത് യേശുവിന്? അല്ലേ യേശു, ഹായ്, ആർ യു ഹാപ്പി മൈ ഗേൾ? അപ്പം ഞാനിത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്നും ഞാൻ എവിടെയും ഒരു വീഡിയോയിലും ആരും എങ്ങും കണ്ടില്ല. ഞാനും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ലൈഫിൽ വിചാരിച്ച സംഭവമല്ല. എനിക്ക് ഒരിക്കലും ആരും തോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഇവക്ക് 4 പല്ലേ ഉള്ളൂ, എന്നിട്ടും അത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ പല്ല് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കടിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് കുറച്ച് നന്നായിരിക്കും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്. ട്രെയിന് 230 km/h കേട്ടോ പോകുന്നത്. ഇസുവിന് സെർലാക്കൊക്കെ ആക്കി. ഇസുമോളിപ്പോൾ സെർലാക്ക് കുടിക്കുമല്ലോ. ഗുഡ് ഗേൾ. യെസ്, അതെ നല്ല രസമാടാ. അങ്ങോട്ട് പോയി ഞാൻ ഇപ്പോൾ ഇതെടുക്കാൻ പോയപ്പോൾ കണ്ടു. ഞാൻ ഇസുവിന് സെർലാക്ക് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ട്രെയിനകവും കോച്ചിലോട്ട് പോകുന്ന അപ്പുറത്തൊരു വേറൊരു കോച്ചുണ്ട്. പിന്നെ ഞങ്ങൾ സ്ട്രോളറൊക്കെ അവിടെ വെച്ചേക്കുന്നത്. I'll show you that. എന്തോ ഇസു ഇവിടെ ഒരു സെറ്റ് കളിക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്ത് ക്ഷീണിച്ച ഉറക്കമായി കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് വെനീസിനോട് അടുക്കുന്നു. ഇനിയൊരു ഇത് അവൾ കളിച്ചതിൻ്റെ ബാക്കിയാട്ടോ എൻ്റെ. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഓക്കെ, നമ്മൾ വെനീസ് എത്താറായി. ഇനി ഒരു ഹാഫ് ആൻ അവർ അല്ലേ, ഇനി ഒരു ഹാഫ് ആൻ അവറും കൂടി ആകുമ്പോഴത്തേനും നമ്മൾ വെനീസ് എത്തും. Grazie per aver viaggiato con Italy. Arrivederci. We are now approaching Venezia Mestre Station. ഇത് ട്രെയിനിലെ ബാത്റൂമാണ് കേട്ടോ. എക്സാക്റ്റ് നമ്മുടെ ഫ്ലൈറ്റിലെ പോലെ തന്നെയാണ്. നമുക്ക് ബേബി ചേഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കോഫിയും സ്നാക്സും ഒക്കെ ആയിട്ടുള്ള ഒരു അത് നമുക്ക് കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോയിനും യൂസ് ചെയ്യാം. ടോട്ടലി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു കേട്ടോ ത്രൂ ഔട്ട്. അടിപൊളി വീട്. ക്യാമറ നോക്കി മൈക്രോ പറയാം. Venezia Santa Lucia.
Benfica. Termine corsa del treno. We are now approaching 2.5 hours ട്രാവൽ ചെയ്ത് മിലാനിൽ നിന്ന് വെനീസിലേക്ക് എത്തിയത് ഈ വ്യൂ ആണ്. നോക്കി ജസ്റ്റ് കാണിച്ചെടുത്ത് നമ്മൾ വെനീസിൽ എത്തിയിട്ടുണ്ട്. അതായത് ശരിക്കും വെനീസിൽ നിന്ന് വെനീസ് സെൻട്രലിലേക്ക്, അതായത് എമ്മിൽ നിന്ന് വെനീസ് സെൻട്രലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ജേർണിയാണ് കേട്ടോ ഇത്. ബ്യൂട്ടിഫുൾ. ആ ബസ്സുണ്ടല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അതായത് ഇതൊരു ഐലൻഡാണ് വെനീസ് സെൻട്രലിൽ എന്ന് പറഞ്ഞത്. സെൻട്രലിൽ ഞങ്ങൾ ഐലൻഡിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഈ ഐലൻഡിലാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ വാവ്, ഈ ഒരു വ്യൂ അല്ലെ, ഈ ഒരു ശരിക്കും വേർത്ത്. ഞങ്ങളങ്ങനെ ഇതാ വെനീസ് സെൻട്രലിൽ ഇറങ്ങി. ട്രെയിനിൻ്റെ ബിസിനസ് ക്ലാസ് ഇതാ ഇങ്ങനെ, ഇത് ബിസിനസ് ക്ലാസ് ആയിട്ടോ. പിന്നെ ഇങ്ങനെ കോച്ചസ് ആയിട്ട് കോച്ച് 6, 7 അങ്ങനെ ഓരോ നമ്പേഴ്സിൽ ബാക്കിയുണ്ടാവും. ഞങ്ങളിതാ ഇറങ്ങി സ്റ്റോളറൊക്കെ സെറ്റ് ചെയ്തു. ഇസു ഇപ്പം ഇതാ ഉറക്കം. എണീറ്റ് ഇസു കണ്ണു തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോളറി വെച്ചപ്പോൾ. ഇഷു നമ്മൾ ഈ ട്രെയിനിലാണോ വന്നേ? യെസ് പന്നാ. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ, എപ്പോഴും നടക്കാറില്ല. അതായത് ഫുഡ് കറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനും കഴിക്കാനും ഒക്കെ എൻഗേജ്ഡ് ആക്കിയിരിക്കുക എന്നുള്ളത്. ഇനി ഞങ്ങളിവിടെ നിന്ന് റൂമിലേക്ക് പോയി വെനീസിലെ റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. വെനീസിൽ ഇവിടെ ഇറ്റലിയിൽ എക്സിറ്റിന് ഉസ്കിറ്റ് അല്ലേ? ഉസിറ്റ. എക്സിറ്റിന് പറയുന്നത് ഉക്സിറ്റ എന്നാണ് കേട്ടോ പറയുന്നത്. എക്സിറ്റിന് കണ്ടോ, ഉസ്കിറ്റ എന്നാണ് കേട്ടോ പറയുന്നത് എക്സിറ്റിന്. മിലാനിൽ നിന്ന് വെനീസിലെത്തിയപ്പോഴത്തേന് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഡിഫറൻസ് കണ്ടോ, അതാണ് മിലാൻ. ദാറ്റ് വാസ് മിലാൻ. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് നമ്മൾ വെനീസ് സെൻട്രലാണ് ഇരിക്കുന്നത്, ഒരു ഇതാണ്, ദ്വീപാണ്, ഇറ്റ്സ് എൻ ഐലൻഡ്. സോ മിലാനിൽ നിന്നുള്ള ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ നമുക്ക്. യെസ്, ഉസ്കിറ്റ. സോ ഇതാണ് ഞങ്ങളുടെ വെനീസിലെ ഫസ്റ്റ് വ്യൂ. ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി. കനാൽ, ഡോം. ഇതിലേ വേണം. എടുക്കാം നമുക്ക്. അപ്പോൾ വെൽക്കം ടു വെനീസ്. ഞങ്ങൾ റൂമിലേക്ക് പോവാട്ടാ. ഇതിന് ഗണ്ടോല റൈഡ് എന്നാ പറയുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതുപോലെയുള്ള ബോട്ടിലുള്ള റൈഡാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഐലൻഡ് ആക്ച്വലി. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയത്തില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഞങ്ങളെ ഭയങ്കര ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ ഫീൽ. സോ നൈസ്. ഇസുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇസു വന്നാണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഇസു അവിടെയൊക്കെ കുറേ നടന്നു. എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം ബാഗിലാണ്. ഇതിലെ കൂടെയാണ് ഞങ്ങളുടെ ഇതിലേക്ക് പോകുന്നത്. Like a Basel, a hub 5 minutes in walk. the canal. It's not like Five down more the big canal, minutes. but in the little ones. It's on the zone of ജാക്കറ്റൊക്കെ a ഒരു hub. കഴിഞ്ഞ ദിവസം ജാക്കറ്റൊന്നും വേണ്ട. ഇസുന് ഇഷ്ടപ്പെട്ടോ? ഇസു, how is Venice? ഇസു, how is your first impression to Venice? ഓ, അങ്ങനെയായിരുന്നോ? ഓക്കേ. കണ്ടോ, ഹേ ബേർഡ്സ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന, സോ ബ്യൂട്ടിഫുൾ.
ഭയങ്കര രസമുണ്ട്. Dance. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴേ കാറ്റുക്കുൾ പെയ്തിടും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അതെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.